ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മലൈക്കോട്ടൈ വാലിബൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. സിനിമയെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് പറയട്ടെ, ട്രെയിലറിൽ കണ്ട മിക്ക ഭാഗങ്ങളും നമ്മൾ സിനിമയിലുടനീളം മോസ്റ്റ് ഓഫ് ദ മാസ് സീൻസ് എല്ലാം ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും മാസൊന്നും ഇല്ല. അപ്പം മാസ് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സൈഡിലോട്ട് പോവേണ്ടതേ ഇല്ല. പിന്നെ ഈ ടെക്നിക്കൽ നോളജും ആസ്പെക്ട്സും ഒക്കെ ഒരുപാട് ഗാഠമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ക്യാമറ, പിന്നെ കാണാൻ അടിപൊളിയാണ് സീൻസ്, ലൈക്ക് വിഷ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ആ ഫുള്ള് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പം അതായത് കാണാൻ നല്ല സൂപ്പറാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല എന്ന് വേണം എൻ്റെ കാര്യത്തിൽ പറയാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ പലരിലും ഇപ്പം ചിന്നു പാപ്പച്ചനാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മാസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ്. മാസുണ്ട്, പക്ഷേ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ, ലാലേട്ടൻ വരുമ്പോൾ തന്നെ പടത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. പിന്നെ ഒരു എക്സ്പെക്റ്റേഷനും വേണ്ട എന്നുള്ള രീതിയിലല്ല ഇവർ ഇൻ്റർവ്യൂ സമയത്തൊക്കെ പറഞ്ഞതൊരു മാസ് പടമാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. മാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാസാണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷേ നമ്മുടെ സ്ഥിരം ലാലേട്ടൻ്റെ മാസല്ല. കാരണം ഇതൊരു ഫോക്ക് സ്റ്റോറി പോലെയാണ്. നമ്മൾ കഥയിലൊക്കെ വായിക്കുന്ന പോലെ പണ്ട് കാലത്തുള്ള രാജാക്കന്മാരുടെ കഥ. പക്ഷെ എവിടെയാണ്, എപ്പോഴാണ്, സ്ഥലം ഏത് നാട്, അങ്ങനത്തെ എല്ലാം ഫുൾ ഫിക്ഷനാണ്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ വിചാരിച്ചെടുക്കണം, ഇതാണ് സെറ്റപ്പ്, ഇതാണ് നമ്മളായിട്ട്. എന്നാൽ ശരിക്കുള്ള ഒരു നടക്കബിൾ സ്റ്റോറിയല്ല, ഫിക്ഷനാണ്. പിന്നെ എന്തെങ്കിലും എക്സൈറ്റിംഗ് സംഭവങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഈ കാണുന്ന ലുക്ക്, ഫീല്, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ കുറേ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഇടയ്ക്കൊരു ചെറിയൊരു ബ്രിട്ടീഷ് എന്ന് ഏതോ ഒരു കാലത്ത് നാട്ടിലുള്ള 2 ആളുകളുണ്ട്, അവരുമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് കുറച്ച് കൊള്ളാം. എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ ഒട്ടുമേ ഇങ്ങനത്തെ ക്ലാസിക് മറ്റേ ഗുഡ് ബാഡ് അഗ്ലി പോലത്തെ പടങ്ങളൊന്നും എൻജോയ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഒട്ടുമേ വർക്കൗട്ട് ആവാത്തതായിരിക്കാം. മേ ബി അങ്ങനത്തെ ആർട്ട് പടങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ ഇത് എനിക്കെങ്ങനെ വർക്കൗട്ടായോ ഇല്ലേ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ലാലേട്ടൻ ഏത് റോളും കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ കംപ്ലീറ്റ് രീതിയിൽ ചെയ്യും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി പറയാൻ ഞാൻ ആ ആളല്ല. പക്ഷേ എങ്ങനെയാണോ ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്യാൻ പറഞ്ഞത് അതേപോലെ ചെയ്തിട്ടുണ്ടാവും പുള്ളിക്കാരൻ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡീവിയേഷൻ ഇല്ലാതെ. പിന്നെ ഇതും നന്മകൾ നേരത്തെ മയക്കമായിട്ട് കമ്പയർ ചെയ്യാൻ, നന്മകൾ നേരത്തെ മയക്കം ശരിക്കും ഉള്ള ഒരു ലൊക്കാലിറ്റിയാണ്. നമ്മൾ എന്നൊന്നും കാണുന്ന ആൾക്കാർ, ഇത് കംപ്ലീറ്റ്ലി ടോട്ടലി വേറെ ഒരു ലോകം പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ലോകത്ത് അവർ കാണിക്കണതെല്ലാം ട്രൂ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ചിരിക്കണം. എന്നാൽ അത്രയ്ക്കും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ? ലിജോ ജോസ് ആയതുകൊണ്ട് എക്സ്ട്രീംലി സ്ലോ ആണ്, പല ഭാഗത്തും ഇങ്ങനെ ആർട്ടാണ്, ക്യാമറ എവിടേക്കോ ആണ് കൊണ്ടുവച്ചിരിക്കുന്നത്, അതിൽ കൂടെയൊക്കെ നോക്കാം. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഭയങ്കര സൂപ്പറാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഒരു സിനിമയിൽ ക്യാമറ മാത്രം പോരല്ലോ, നമുക്ക് കുറച്ചൊക്കെ ഇപ്പോൾ റൊമാൻസ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മോഹൻലാലിൻ്റെ റൊമാൻസ് അല്ല, വേറെ 2 ആൾക്കാരുടെയൊക്കെയാണ് കാണിക്കണത്. അതും ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു റൊമാൻസ് ഒന്നും അല്ല, എന്തൊക്കെയോ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ. അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് സ്വീറ്റായിരുന്നു. ബേസിക്കലി എനിക്ക് ചിലതൊക്കെ ഇടയ്ക്കൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് തോന്നിയത്. ആ ഒരു ഇമ്പാക്റ്റും ആ ഒരു ഫീലും മൊത്തത്തിലങ്ങ് മിസ്സായിപ്പോയി എന്നാണ് എൻ്റെ ഇത്. ഇപ്പം ഞാനിപ്പോൾ നേരിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞില്ല എന്ന് എനിക്കറിയാം, അത് എനിക്ക് വർക്കൗട്ടായില്ല. പക്ഷെ അത് ഒട്ടുമിക്ക പേർക്കും ഓക്കെ പടം, എനിക്ക് ഓക്കെ പടമാണ്. പക്ഷെ അത് ഒരുപാട് പേരും അടിപൊളി പടം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഞാൻ പറയുന്നത്, ഇട്ട എഫേർട്ടിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാം. കാരണം ഒരുപാട് എഫേർട്ട് എല്ലാവരും ഇട്ടിട്ടുണ്ട്, ആളുകളാണെങ്കിൽ ഒരുപാട് ക്രൗഡും അതുപോലെ തന്നെ അതിൻ്റെ കളേഴ്സും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ അതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു ഹോണ്ടിങ് ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. ഒന്നാമത് നമ്മൾ ലാലേട്ടനെ പെടാകുമ്പം അങ്ങനത്തെ ഒരു ഫീല്, അതാണ് മെയിൻ പ്രശ്നം. ലാലേട്ടൻ്റെ ആ ഒരു ലേബൽ വരുമ്പം തന്നെ ആ മൂവിക്ക് ആൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ഫാൻ ഷോയ്ക്കാണ് പോയത്. ഫാൻ ഷോസേ സ്റ്റോപ്പ് ചെയ്യണം. മാസ് എന്ന് പറയുന്നത് അവരുദ്ദേശിച്ച മാസ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കൊള്ളാമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളും ഉണ്ട്, എനിക്കറിഞ്ഞൂടാ. പലയിടത്തും ഇങ്ങനെ ആൾക്കാർ
കഞ്ചാവ് അടിച്ചിട്ട് ഉള്ള ഒരു പ്രതീതി ഉള്ള സംഭവം പോലെ. ഞാൻ കഞ്ചാവ് അടിച്ചിട്ട് എന്താണെന്ന് എനിക്കറിയാമെന്ന് ചോദിക്കുക. അല്ല, ഒരു ട്രാൻസ് മോഡില്ലേ, അത് പലർക്കും മനസ്സിലാവും എന്താണ് പറയണതെന്ന്. ആ ഒരു ട്രാൻസ് മോഡിലാണ് കുറേയൊക്കെ സീൻസൊക്കെ പോണത്. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇത് OTT-ലൊന്നും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ വിഷ്വലും ആ സൗണ്ടും എങ്കിലും നമുക്ക് ഫുൾ ഇത് കിട്ടുക. സൗണ്ടൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഫോക്ക് സംഭവമാണ് സെറ്റപ്പ് മൊത്തത്തിൽ. ഒരു അമർ ചിത്ര കഥ വായിക്കണ പോലെയാണെന്നാണ് എല്ലാവരും പറയണത്. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ എനിക്കൊന്ന് കുറേ ഇങ്ങനെ ലിറ്ററേച്ചറും ആർട്ടും അങ്ങനത്തെ ഒരു സൈഡിലോട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ കലാബോധം ഇല്ലാത്ത കോമാളികൾക്ക്, എന്നെപ്പോലുള്ള ആൾക്കാർ മാസം തേടി പോണവർക്ക് ചിലപ്പം അത്രയ്ക്ക് പിടിക്കില്ലായിരിക്കും. എനിക്ക് ഈ ജയിലറിലൊക്കെ പോലുള്ള ലാലേട്ടനെ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നേരും ഒട്ടും കണക്റ്റ് ആവാത്തത്. നേര് ഇസ് എ ഗുഡ് മൂവി, ബട്ട് എനിക്ക് അതിൻ്റെ ലാലേട്ടൻ്റെ പ്ലേസ്മെൻറ്റാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ പലർക്കും അത് മാത്രമാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതിലും മാസ് തേടിയാണ് പോയത്. അതായിരുന്നു എൻ്റെ കുഴപ്പം. എനിക്ക് മാസ് ഇല്ലാത്ത ലാലേട്ടൻ, അല്ലെങ്കിൽ ഈ തന്മാത്ര പോലത്തേക്ക് അഭിനയ മുഹൂർത്തങ്ങൾ എന്തെങ്കിലും, അതാണ് അത് എൻ്റെ കുഴപ്പമാണ് കേട്ടോ. നിങ്ങളായിട്ട് ഞാനുമായിട്ട് കംപ്ലീറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നു. അത് സോറി, സിനിമ തന്നെ ഇപ്പം മാറിപ്പോയി ടോപ്പിക്ക്. ബട്ട് എഫേർട്ട് വൈസ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽ വൈസ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ഒരു ലിജോ ജോസ് ഫാനിന് മേ ബി, ഞാൻ ലിജോ ജോസ് ഫാനൊന്നും അല്ല, പക്ഷേ എനിക്ക് നൻപകൽ നേരത്തൊക്കെ ഇഷ്ടപ്പെട്ടു. ആ മേക്കിംഗ് ഒക്കെ എനിക്കിഷ്ടമാണ്. അതിലും ഒരുപാട് ലാഗ്, മീൻസ് ഇങ്ങനെ കുറേ സ്റ്റോപ്പ് ബ്രീഫ്, ഇങ്ങനെ ഒന്നും മിണ്ടാതെയൊക്കെ ആളുകൾ കുറേ നേരം ഇരിക്കുന്നു, അങ്ങനത്തെ ആർട്ട് മൂവി ഫീലൊക്കെ ഉള്ള സിനിമയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ പക്ഷേ എന്തോ ഒരു ഗ്യാപ്പുണ്ട്, കുറേ നേരത്തെ ഒരു ഗ്യാപ്പ്. ലാസ്റ്റിലൊക്കെ ഉള്ളൊരു സീനിൽ, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉള്ളൊരു സീനിൽ ഒരുപാട് നേരം അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു സസ്പെൻസ് വെച്ചു. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ചിലപ്പം ആ ഒരു ഫീൽ. എനിക്കിങ്ങനെ മിക്സഡായിട്ടാണ് തോന്നുന്നത്. ഒരു അടിപൊളി ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും ചിലപ്പം, നിങ്ങളും കാണും, നിങ്ങൾ അഭിപ്രായം പറയൂ. പിന്നെ കാസ്റ്റൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു രീതിയിൽ ആരെയും കുറ്റം പറയാനില്ല. മോഹൻലാൽ അനിയനായിട്ട് വരുന്ന പയ്യനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർബായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിനിമ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു മാസാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത്. ഒരു വിജയ് പടം കാണുന്ന രീതിയിലൊക്കെയുള്ള ഇപ്പം അതെല്ലാം കണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് സമാധാനമായിട്ട് നോർമലായിട്ടുള്ള പടങ്ങൾ ഡൈജസ്റ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ ഗൂസ് ബംസ് മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന സംഭവം അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പം ആൾക്കാർക്ക് മാസ് വേണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ 2018 പോലെയുള്ള പടങ്ങളൊക്കെ എന്തുമാത്രം ഹിറ്റാണ്. അപ്പം മാസ് ഒന്നും വേണമെന്നില്ല. പിന്നെ മോഹൻലാൽ വരുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നമാണ്, നമ്മളെ എക്സ്പെക്റ്റേഷൻ മാറും. നമ്മളൊരു സിമ്പിൾ സിനിമയാണെങ്കിൽ കൂടെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ അടിപൊളിയായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ മാസ് സീൻസിലൊന്നും അത്രയ്ക്ക് ആ മാസ് വരുന്നില്ല, ആ ഒരു ഇഫക്റ്റ് വരുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മേ ബി ബിജിഎം, പക്ഷേ സൗണ്ട് എഫക്ട്സ് ഒക്കെ അടിപൊളി. മേ ബി BGM ഒക്കെ ആ ഒരു വേറൊരു രീതിയാണ്, ഫോക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ BGM ഇട്ട് പെരുപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഒരു ഫോക്ക് സ്റ്റോറി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ ഒരു മൂഡുണ്ടെങ്കിൽ പോയി കാണുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ചെറിയ പിള്ളേരെ ഒന്നും കൊണ്ടുപോയി അങ്ങനത്തെ ഒരു സെറ്റപ്പേ അല്ല. പിന്നെ നല്ല മൂഡിലൊന്നും ഇരുന്ന് കാണണം. ലൈക്ക് ഒരു ഡിസ്റ്റർബൻസും ഒന്നുമില്ല. അതായത് അത്രയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇരുന്ന് എഫേർട്ടിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്താമെന്നുള്ളൊരു സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഇതിന് മുന്നത്തെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടെ പോയി കാണും. ബായ്.